ശബരിമലയിലേക്ക് ആണമുറിയാത്ത ഭക്തജനപ്രവാഹം. പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഒരു മിനിറ്റിൽ 80ഓളം ഭക്തർ പടി കയറുന്നു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവാഭരണ വിഭൂഷിതരായ സ്വാമി അയ്യപ്പനെ കണ്ടു തൊഴാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് സന്നിധാനം ഉണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് ഇപ്പോൾ സന്നിധാനം കടന്നു പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകരവിളക്കിന് ശേഷമാണ് ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തിരുവാഭരണ വിഭൂഷിതനായ സ്വാമി അയ്യപ്പനെ കണ്ട് തൊഴാൻ പറ്റുന്ന ഒരു അവസരം. നാളെ കൂടി മാത്രമാണ് അതിനൊരു അവസരം ഉണ്ടാകുക. 19-ാം തീയതിയാണ് ശബരിമല നട ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയാക്കി നട അടയ്ക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 19-നാണ് മണിമണ്ഡപത്തിനും മാളികപ്പുറത്തിനും ഒക്കെ സമീപമുള്ള സ്ഥലത്ത് ഈ ഗുരുതി നടക്കുക. ഗുരുതി നടക്കുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സമാപനമാകുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 20-ാം തീയതി രാവിലെ ഈ രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനം ഉണ്ടാകുക. അതിനുശേഷം തിരുവാഭരണം തിരിച്ച് പത്തനത്തേക്ക് പുറപ്പെടുകയും ചെയ്യും. 18-ാം തീയതി വരെ മാത്രമാണ് ഈ ശബരിമലയിൽ നെയ്യ് അഭിഷേകം ഉള്ളത്. അങ്ങനെ 2 മാസക്കാലം നീണ്ട ഏറ്റവും പുണ്യമായ ഏറ്റവും പവിത്രമായ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയിലേക്ക് കുറിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ അണമുറിയാതെയുള്ള ഒരു ഭക്തജന പ്രവാഹം, ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ഈ തിരുസന്നിധിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കുവാനുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്.